ഹായ് സ്റ്റുഡൻസ്. നമ്മുടെ രണ്ടാമത്തെ എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിലെ 2A മൊഡ്യൂൾ അതിൻ്റെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ എന്നുള്ള അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കയറുകയാണ്. അടുത്ത മൊഡ്യൂളിലേക്ക് പോവുകയാണ്. ഇവിടെ തൊട്ട് ഇൻട്രൊഡക്ഷൻ സെക്ഷനൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ചെറിയ ക്ലാസ്സുകളിലെ പോലെ ഓരോ വേർഡ്സായിട്ട് പറഞ്ഞ് തരുന്നില്ല. പകരം നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് അതിനെ അണ്ടർലൈൻ ചെയ്യുക. ഇറ്റാലിക്ക് തന്നിരിക്കുന്നത് അത് പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ മീനിങ് ഡെഫിനേഷൻ പോയിൻറ്റ്സ് എന്താണെന്നുള്ളത് കുറഞ്ഞ സമയത്തുള്ളത് എന്താണെന്നുള്ള കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുക. താഴോട്ടുള്ളത് നിങ്ങൾ സമയം പോലെ വായിക്കുക വീട്ടിൽ ഇരുന്ന്. അപ്പോൾ ഇല്ലാതെ പെട്ടെന്ന് ഈ ഒരു ചെറിയൊരു ഡെഫിനേഷൻ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് എടുത്തിട്ട് എഴുതാനായിട്ടുള്ള ഇൻപുട്സ് കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ദയവായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ എന്നുള്ളതാണ് നമ്മുടെ 2A മൊഡ്യൂളിൽ അടുത്തായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ. അതിൻ്റെ അകത്ത് പറയുന്ന മീനിങ് ആൻഡ് ഡെഫിനേഷൻ എന്താണെന്ന് നോക്കുക. ബയോഡൈവേഴ്സിറ്റി ഓർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു the variety and variability among living organisms and ecological complexes in which they occur. It is connected with the study of all forms of life, life forms included. എന്താണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്? അതിൻ്റെ താഴെ അതായത് മീനിങ് അതിൽ പറഞ്ഞിരിക്കും. താഴെ അതിൻ്റെ ഡെഫിനേഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് എന്താണ്? Biodiversity or biological diversity refers to the variety and variability among living organism and ecological complex in which they occur എന്നാണ് പറയുന്നത്. ഏതൊക്കെ തമ്മിലുള്ള ഒരു കണക്ഷനാണ് പറയുന്നത്? സോ വെറൈറ്റി ആൻഡ് വേരിയബിലിറ്റി എമംഗ് ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ജീവനുള്ള ചെറിയ കാണാനും പറ്റത്തില്ലാത്ത ചെറിയ അണു തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും അതുപോലെ എക്കോളജിക്കൽ കോംപ്ലക്സസിൻ്റെയും വെറൈറ്റിയും വേരിയബിലിറ്റിയും കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ഈ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is connected with the study of all forms of life. Life forms include ഏതൊക്കെയാണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം ലൈക്ക് ഫംഗി, ബാക്ടീരിയ ആൻഡ് പ്രോട്ടോസോവ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഏകകോശം. നിങ്ങൾ സ്കൂളുകളിലൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ഏകകോശ ജീവികൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഫംഗസും ബാക്ടീരിയ അങ്ങനെയുള്ള നമുക്കിപ്പോൾ കൊറോണ വൈറസ് ഇങ്ങനെയുള്ള സാധനങ്ങളെക്കുറിച്ചൊക്കെ പറയാനായിട്ട് പറ്റും അല്ലേ? ഇതിനൊക്കെ യൂണിസെല്ലുലാർ എന്നാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഏകകോശമായത്. അതുപോലെ തന്നെ ഏകകോശമായ ജീവികളെയാണ് നമ്മളിത് പറയുന്നത് ഫംഗസ്, ബാക്ടീരിയ അങ്ങനെയുള്ള. പിന്നെ പ്രോട്ടോസോ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഏകകോശ പ്രാണിവർഗത്തിൽപ്പെടുന്ന സാധനങ്ങളെയാണ് എന്ന് പറയുന്നത് പ്രോട്ടോസോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നതാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസമിലേക്ക് ഏതൊക്കെയാണ്? മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്നത് ഒന്നിലധികം കോശങ്ങളുള്ളത്. ഫിഷ്, ബേഡ്സ്, മാമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഓക്കെ, ഈ വരുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇനി അതിൻ്റെ ഡെഫിനേഷൻ തന്നിട്ടുണ്ട്, പഠിക്കുക. ബയോഡൈവേഴ്സിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് പാർട്ട് ഓഫ് നേച്ചർ വിച്ച് ഇൻക്ലൂഡ്, അതായത് പ്രകൃതിയുടെ ഈ ഒരു ഭാഗത്തിൽ പെടുന്ന ഈ വിഭാഗത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ദ ഡിഫറൻസ് ഇൻ ജീൻസ് എമംഗ് ദ ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷ്യസ്, the variety and richness of all the plants and animals in each and the types of ecosystems within a defined area എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത്? ബയോഡൈവേഴ്സിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ബയോഡൈവേഴ്സിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ദാറ്റ് പാർട്ട് ഓഫ് നേച്ചർ വിച്ച് ഇൻക്ലൂഡ് ദ ഡിഫറൻസ് ഇൻ ജീൻ എമംഗ് ദ ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷ്യസ്. അതായത് ഏതെങ്കിലും ഒരു സ്പീഷ്യസിൽ പെടുന്ന, സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതാണ് ഏതെങ്കിലും ഈ കാറ്റഗറിയിൽ പെടുന്നത്. ഇപ്പം ജന്തുക്കളിലുണ്ട്, സസ്യങ്ങളിലുണ്ട്, സ്പീഷ്യസിലുള്ള സാധനങ്ങളുണ്ട് അല്ലേ? ജന്തുക്കളാണെങ്കിൽ പറക്കുന്ന സാധനങ്ങൾ തന്നെ അതിൻ്റെ ഇത് വരും. പിന്നെ ഏതാണ്? ഈ ഉരകങ്ങൾ, ഇഴഞ്ഞു നടക്കുന്ന സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഇതിനൊക്കെ ഓരോ കാറ്റഗറി ഓഫ് നമുക്ക് സ്പീഷ്യസ് എന്ന് പറയാൻ പറ്റും. സ്പീഷ്യസ് ഓഫ് ഇൻഡിവിജ്വൽസ് എമംഗ് ദ ജീൻസ് ഇൻ ഡിഫറൻസ്, ഇവയുടെ ജീനുകളിലുള്ള പ്രത്യേകത. പിന്നെ എന്താണ്? ദ വെറൈറ്റി ആൻഡ് റിച്ച്നെസ് ഓഫ് ഓൾ ദ പ്ലാന്റ്സ്, എല്ലാ പ്ലാന്റുകളുടെയും വെറൈറ്റി ആൻഡ് റിച്ച്നെസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള
പ്രത്യേകതകളും പിന്നെ ഒന്നിനോട് ഒന്നിനെ സുപ്രീം ആക്കുന്ന കാറ്റഗറി എന്താണോ അതും. ആൻഡ് ആനിമൽസ് ഇൻ എർത്ത് ആൻഡ് ദ ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം വിത്തിൻ ദ ഡിഫൈൻഡ് ഏരിയ. നമ്മൾ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കറക്റ്റ് ഏരിയയ്ക്കുള്ളിൽ ഉള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം, അത് ഭൂമിയിലുള്ള അതിനകത്ത് എന്തൊക്കെ വരാം, പ്ലാന്റ്സ് വരാം, ആനിമൽസ് വരാം, ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടും. ഇതിന് നമ്മൾ എന്തെന്ന് പറയുന്നു, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നു. അടുത്തത് കമ്പോണൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഏതൊക്കെയാണ്, വേഗം പോവുകയാണ്. ഒന്നാമത്തെ ബയോഡൈവേഴ്സിറ്റി കമ്പോണൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. കമ്പോണൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്കകത്ത് ദ മേജർ കമ്പോണൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആറ്. ഫസ്റ്റ് വൺ, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. എന്താണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്? ഇതിൻ്റെ അകത്ത് പ്രധാനമായും വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദ വെറൈറ്റി ഓഫ് ഹാബിറ്ററ്റ്, ബയോട്ടിക് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇക്കോളജിക്കൽ പ്രോസസ് ഇൻ ദി ബയോസ്ഫിയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അകത്ത് എന്താണ് ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ? ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ ചെടിയുടെയോ മൃഗത്തിൻ്റെയോ സ്വാഭാവിക വാസസ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന ഫസ്റ്റ് ഡൈവേഴ്സിറ്റി ബൈ ദി എക്കോസിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്ന അടുത്ത കാര്യമാണ് പറയുന്നത് ബയോട്ടിക് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇക്കോളജിക്കൽ പ്രോസസ് ഇൻ ദി ബയോസ്ഫിയർ. ദെയർ എക്സിസ്റ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഇക്കോസിസ്റ്റം. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ചോദിച്ചാൽ, ഇറ്റ് ഇൻക്ലൂഡ് വെറൈറ്റി ഓഫ് ഹാബിറ്ററ്റ്, ചെടിയുടെയോ മൃഗത്തിൻ്റെയോ സ്വാഭാവിക വാസസ്ഥലം എന്ന് പറയാൻ ഓരോ ജീവികൾക്കും അതിൻ്റേതായ സ്വാഭാവികമായിട്ട് താമസിക്കുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലം ഉണ്ടാകും. അതിനെയാണ് ഈ സ്വാഭാവിക വാസസ്ഥലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. ഈ ചില ജീവികൾ, അതിനിപ്പോൾ ഹിമക്കരടി നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഓരോ ജീവികൾ, പിന്നെ എന്താണ് ഈ പുലി, സിംഹം, പിന്നെ ഈ വരയാടിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന് തണുപ്പുണ്ട്. ഈ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ മഞ്ഞ് ഉള്ളതും തണുപ്പുള്ളതുമായിട്ടുള്ള ഏരിയകളാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താണ് അതിന് പർട്ടിക്കുലറായിട്ടുള്ള താമസിക്കേണ്ട സ്ഥലത്ത് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിന് താമസിക്കാനായിട്ട് പറ്റത്തില്ല, അവിടെ വസിക്കാനായിട്ട് പറ്റത്തില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. അതിനെയാണ് ഈ ഹാബിറ്ററ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നതാണ് ബയോട്ടിക് കമ്മ്യൂണിറ്റീസ്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ലിവിങ് തിങ്സ് ആണ് അതിൻ്റെ അത് വരുന്നത്. അതുപോലെ തന്നെ ഇക്കോളജിക്കൽ പ്രോസസ് ഇൻ ദി ബയോസ്ഫിയർ എന്നുള്ളത്. അപ്പോൾ ഈ പോയിൻ്റെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളത് പഠിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ ഘടകങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതായത് ഈ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്താണ് ഉദ്ദേശിക്കുന്നതാണെന്ന് നോക്കുന്നത്. സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദീസ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷ്യസ് ഫൗണ്ട് അറ്റ് എ പ്ലേസ് ഓർ ഇൻ ആൻ ഇക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന നമ്പർ ഓഫ് സ്പീഷ്യസ് ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് സ്പീഷ്യസ്. ഓർ ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദ സ്റ്റഡീസ് ടു നോ ആസ് ഹൗ ദീസ് കൈൻഡ്സ് ഓഫ് സ്പീഷ്യസ് വേരി ഫ്രം സീസൺ ടു സീസൺ അറ്റ് ദ സെയിം പ്ലേസ് ഓർ അറ്റ് എ ഡിഫറെൻറ്റ് പ്ലേസ്. അതായത് ഒരു സ്ഥലങ്ങളിൽ തനിച്ചോ അല്ലെങ്കിൽ ഒന്നിലധികം സ്ഥലങ്ങളിലോ എങ്ങനെയാണ് ഈ ഒരേ സാധനം തന്നെ പല സാഹചര്യങ്ങളിൽ കാണുന്നത്, അല്ലെങ്കിൽ ഓരോ സ്പീഷ്യസ് കാണുന്നത്. അതാണ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ചില സാധനങ്ങളുണ്ട് അതിന് ഈ സീസൺ വൈസ് എന്ത് ചെയ്യും, അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അറിയാം, ചില സസ്യങ്ങൾ അല്ലേ, അത് നമ്മുടെ അവിടെ ഇപ്പോൾ ഉദാഹരണം നമ്മൾ കപ്പയൊക്കെ ഇടുന്നത് വേനൽ മഴയൊക്കെ കഴിഞ്ഞ് ആ ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കപ്പയിടുന്നത്. അപ്പോൾ ഈ അതുപോലെയുള്ള ഏതെങ്കിലും ജീവികൾ അത് ആ കറക്റ്റ് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിലാണ്, അല്ലെങ്കിൽ സീസൺ വൈസ്. അത് കൂടുതലായിട്ട് വരുന്നത് ഏതെങ്കിലും ചെടികൾക്കൊക്കെയാണ് അല്ലേ, ഫ്ലോറ ആൻഡ് ഫൗണ അതിൻ്റെ അകത്താണ് വരുന്നത്. ഈ സീസൺ വൈസ് ഒന്നും പിന്നെ മറ്റേ സൂര്യകാന്തി പൂവ്, പിന്നെ നീലക്കുറിഞ്ഞി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് സീസൺ വൈസ് വരുന്നതാണ്. അപ്പം ഈ പറയുന്ന പർട്ടിക്കുലർ സ്പീഷ്യസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും അതിനകത്ത് വരുന്നതാണ് പറയുന്നത്. മൂന്നാമത്തെയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. Gene is the most basic structure of species. It influences the characteristics of all species. Within any given species, there can be several varieties and races which are different from one another in certain circumstances. അപ്പോൾ ഇതിനകത്ത് പറയുന്നതാണ് ദ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെയിം സ്പീഷ്യസ് ആർ ടേംഡ് ആസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അതായത് ഒരേ സ്പീഷ്യസിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സവിശേഷതകളെ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്
ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇത് വരുന്നതാണ് സൈസ്, ഷേപ്പ്, പിന്നെ ഏതാണ് കളറ്, അഗ്രസീവ്നെസ്, പിന്നെ ബോൾഡ്നെസ്, റെസിസ്റ്റൻസ് എഗൻസ്റ്റ് ഡിസീസ്, ഹോട്ട് ആൻഡ് കോൾഡ് വെതർ, സസ്റ്റൈനബിലിറ്റി ഫോർ സർവൈവൽ എഗൻസ്റ്റ് ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സ് എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ് ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ജീൻ എന്ന് പറയുന്നത് ഓരോ സ്പീഷീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടനയാണ്. നിങ്ങൾക്കറിയാം, അല്ലെ, ഓരോ ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ DNA പോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ഓരോ സ്പീഷീസിനെയും തരംതിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ വ്യത്യാസപ്പെടുത്തുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് ബയോജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ബയോജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ഞാൻ ആദ്യം പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും 5ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനെ കൊടുക്കുന്നത് നമുക്ക് മലയാള പേരുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ആദ്യം പറയുന്നത്, പിന്നീട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, വാട്ട് ഈസ് സെയിങ്. ബയോജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇതാണ്. ഇറ്റ് ഈസ് എ ഡിവിഷൻ ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു ബയോജിയോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. ബയോജിയോഗ്രഫി ഈസ് ദി സ്റ്റഡി ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പീഷ്യസ്, ഓർഗാനിസംസ് ആൻഡ് എക്കോസിസ്റ്റം ഇൻ ജിയോഗ്രാഫിക് സ്പേസ് ആൻഡ് ത്രൂ ജിയോഗ്രാഫിക് ടൈം. Biogeographical classification of India is the division of India according to biographic characteristics. Biogeography is the study of the distribution of a species, organism and ecosystem in geographic space and through geographical line. അതായത് ബയോജിയോഗ്രഫി എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്പീഷ്യസുകളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്പീഷ്യസിനെ കുറിച്ച് തരംതിരിച്ചേക്കുന്നു, ഓർഗാനിസം, പിന്നെ പറയുന്നത് എന്താണ് നമ്മുടെ ജൈവ പരിസ്ഥിതി, ഇങ്ങനെയുള്ള ജിയോഗ്രഫിക്കൽ സ്പേസ് ആൻഡ് ത്രൂ ദി ജിയോഗ്രഫിക്കൽ ടൈം എന്നാണ് പറയുന്നത്. ഓരോ കാലഘട്ടത്തിൻ്റെയും ഓരോ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭൂപ്രകൃതികളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതാണ് അതിനകത്ത് പ്രധാനമായും വരുന്നത്. There are 10 ബയോജിയോഗ്രഫിക്കൽ സോൺസ് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത് പറഞ്ഞാൽ ട്രാൻസ് ഹിമാലയൻ സോണ്. അതായത് അതിനകത്ത് ഹിമാലയൻസ് ആർ എക്സ്റ്റെൻഡ് ടു ദി ടിബറ്റൻ പ്ലേറ്റ് ആൻഡ് ദിസ് റീജിയൻ കവേഴ്സ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഡെസേർട്ട് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ഹിമാചൽ പ്രദേശ്. ഇറ്റ് അക്കൗണ്ട്സ് ഫോർ 5.7% ഓഫ് ദി ലാൻഡ് മാസ് ഓഫ് ദി കൺട്രി. അതായത് ട്രാൻസ് ഹിമാലയൻ സോൺ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ ഭാഗമാണ് ഒരെണ്ണം പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഈ ടിബറ്റൻ പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന്, സമതലം. പ്ലേറ്റ് മീൻസ് സമതലം. അപ്പോൾ ടിബറ്റൻ സമതലത്തിലേക്ക് വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഹിമാലയത്തിൻ്റെ ബോർഡർ നമുക്കറിയാവുന്നതാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് വരുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയർന്ന സ്ഥലത്തെയാണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് ഡെസേർട്ട് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ഹിമാചൽ പ്രദേശ്. ഇറ്റ് അക്കൗണ്ട്സ് ഫോർ 5.7% ഓഫ് ദി ലാൻഡ് മാസ് ഓഫ് ദി കൺട്രി. ആകെയുള്ള രാജ്യത്തിൻ്റെ 5.7% ലാൻഡ് മാസ് എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഈ പറയുന്ന ഈ മോൾ പ്രസൻറ്റ് ചെയ്തേക്കുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു ഏരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു തണുപ്പ് കൂടുതലായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലായിട്ടുള്ള ഏരിയ ആയിട്ടാണ് പറയുന്നത്. 2, ഹിമാലയൻ സോണ്. ഇറ്റ് ഫോംസ് നോർത്തേൺ ബൗണ്ടറീസ് ഓഫ് ഇന്ത്യ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് 6.4 ഓഫ് ദി ടോട്ടൽ ജിയോഗ്രഫിക് ഏരിയ. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. നോർത്തേൺ ബൗണ്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉത്തരേന്ത്യ എന്ന് പറയുന്ന കാലഘട്ടം, ആ ഒരു ഏരിയ മൊത്തം ഏതിലാണ് വരുന്നത്? ഇപ്പോൾ പറയുന്ന ഈ ഹിമാചൽ മധ്യപ്രദേശ് ഏരിയയൊക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഹിമാലയൻ സോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതാണ്, ഡെസേർട്ട് സോൺ. ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമി. ഇന്ത്യൻ ഡെസേർട്ട് സോൺ കോൺസ്റ്റിറ്റ്യൂട്ടിങ് 6.6 ഓഫ് ദി ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ. ആദ്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ആകെയുള്ള ഭൂപ്രദേശത്തിൻ്റെ 6.6% എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഡെസേർട്ട് ഏരിയ ആണ് പറഞ്ഞേക്കുന്നത്. അതായത് മരുഭൂമിയായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ അത് വരുന്നത് ഥാർ മരുഭൂമി, കച്ച് മരുഭൂമി, ഇങ്ങനെയുള്ള ലാർജ് എക്സ്പെൻസീവ് ഗ്രാൻഡ്സ് സപ്പോർട്ട് സെവറൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് മാമൽസ് എന്ന് പറഞ്ഞാൽ ഈ എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ അപകടത്തിൽപ്പെട്ട, അതായത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന
കാറ്റഗറി പെടുന്ന ജീവികൾ അതെല്ലാം ഇതിൻ്റെതാണ് വരുന്നത് ഡെസേർട്ട് സോൺ എന്ന് പറയുന്നത്. അടുത്ത സെമി അറൈഡ് സോൺ എന്ന് പറഞ്ഞാൽ അറൈഡ് മീൻസ് തരിശായ ഭൂമി. സെമി അറൈഡ് സോൺ കൺസിസ്റ്റിങ് 16.6% ഓഫ് ദി ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ. പ്ലീസ് അണ്ടർലൈൻ ദാറ്റ് പോർഷൻ. ആൻഡ് ഇറ്റ്സ് എ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ ഡെസേർട്ട് ആൻഡ് ദ ഡെൻസ് ഫോറസ്റ്റ് ഓഫ് വെസ്റ്റേൺ ഗാഡ്സ്. ആകെയുള്ള ഭൂപ്രദേശത്തിൻ്റെ 16.6% ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഏതിലാണ് പറഞ്ഞത്? ഇറ്റ്സ് എ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ ഡെസേർട്ട് ആൻഡ് ദ ഡെൻസ് ഫോറസ്റ്റ് ഓഫ് വെസ്റ്റേൺ ഗാഡ്. ഡെസേർട്ടിൽ നിന്നും ഏതാണ് ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാഡ്സ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയയിലേക്കുള്ള ആ ഒരു റേഞ്ചാണ് പറയുന്നത് ഈ സെമി അറൈഡ് സോൺ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നതാണ് വെസ്റ്റേൺ ഗാഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് റേഞ്ച് എക്സിറ്റ്സ് ഫ്രം അതിന് മൂന്നാമത്തെ ലൈൻ നോക്കുക, സെക്കൻഡ് ലൈനിൽ എൻഡിങ് ആയിട്ട്. ഇറ്റ് കൺസിസ്റ്റ് 4% ഓഫ് എ ടോട്ടൽ കൺട്രീസ് ലാൻഡ് മാസ്. അണ്ടർലൈൻ ചെയ്യുക. ഇറ്റ്സ് എ റേഞ്ച് എക്സ്റ്റെൻസ് ഫ്രം നോർത്ത് സൗത്ത് ടിപ്പ് ഓഫ് ഗുജറാത്ത് ടു കന്യാകുമാരി ഇൻ ദി സൗത്ത് എന്നാണ് പറയുന്നത്. ഗുജറാത്ത് തൊട്ട് കന്യാകുമാരി വരെയുള്ള അല്ലെങ്കിൽ താഴോട്ടുള്ള പോർഷൻ, അതായത് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ, അതാണ് ഈ വെസ്റ്റേൺ ഗാഡ്സിൻ്റെ ഇതിൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കസ്റ്റഡിങ് റിപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തെന്ന് പറയുന്നത് ഡെക്കാൻ പ്ലേറ്റ് സോൺ എന്ന് പറയുന്നത്. ഡെക്കാൻ പ്ലേറ്റ് സോൺ ഇൻ ഇന്ത്യ ലാർജസ്റ്റ് ബയോഡോഗ്രഫിക്കൽ റീജിയൻ കവറിങ് 42% ഓഫ് ദി കൺട്രീസ് ലാൻഡ് മാസ്. ഓർക്കുക, തൊട്ട് മുകളിലത്തെ 4% ഉള്ളൂ, പക്ഷേ ഡെക്കാൻ പ്ലേറ്റിൽ പറയുന്നത് 42% ആകെയുള്ള ലാൻഡ് മാസ് എന്ന് പറയുന്നത്. അടുത്ത അണ്ടർലൈൻ ചെയ്തേ. ഇറ്റ്സ് എ സെമി അറൈഡ് റീജിയൻ ദാറ്റ് ഫോൾസ് ഇൻ ദ റെയിൻ ഷാഡോ ഏരിയ ഇൻ ദി വെസ്റ്റേൺ ഗാഡ്സ്. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഈ ഏരിയയിൽ മഴവെള്ളത്തിൻ്റെ ഇതാണ് മഴയുടെ റേഞ്ച്, അതാണ് റെയിൻഫോൾസ് ഇൻ ദി റെയിൻ ഷാഡോ ഏരിയ ആൻഡ് വെസ്റ്റേൺ ഗാഡ്സ്. അതായത് മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു കാറ്റഗറി ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ എന്താണ് അവിടെ ഈ ജെൻറ്റിൽ പ്ലെയിൻ സോൺ എന്നുള്ളതിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഏരിയ ആണ്. അടുത്ത് പറയുന്നത് നോർത്ത് ഈസ്റ്റ് സോൺ എന്ന് പറയുന്നത്. ദീസ് ആർ പ്ലെയിൻസ് ആൻഡ് നോൺ ഹിമാലയൻ റേഞ്ചസ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ ആൻഡ് ഹാവ് എ wide variety of vegetation. It covers around 5.2% of the country's land mass. അത് ഉള്ള കൺട്രിയുടെ ലാൻഡ് മാസിൽ 5.2% ഏതിലാണ്? ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് സോണിലാണ് വരുന്നത്. ഇതാണ് ഈ പ്ലെയിൻസ് ആൻഡ് നോൺ ഹിമാലയൻ റേഞ്ചസ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് സോൺ എന്ന് പറയുന്നത്. ഐലൻഡ് സോൺ ഈസ് കോൺസ്റ്റഡ് 0.03 ഓഫ് ദി ടോട്ടൽ ഏരിയ. ഇത് ആകെയുള്ള ലാൻഡ് മാസിൻ്റെ എത്ര ശതമാനം ഓരോ സ്ഥലങ്ങളിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കുക. ആകെ 0.03% മാത്രമേ ഉള്ളൂ ഈ ആൻഡമാൻ നിക്കോബാർ സോൺ എന്ന് പറയുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ 3 tropical moist evergreen forest zone in India. The island houses are array of flora and fauna not found elsewhere. ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത് ദ്വീപാണ് വരുന്നത്, അതുകൊണ്ട് ഒത്തിരി സ്പീഷീസ് ഉള്ള സ്ഥലങ്ങളുടെ കാര്യം അവിടെ കുറവാണ്. ഇനി കോസ്റ്റൽ ബെൽറ്റ് സോൺ എന്ന് പറയുന്നത്, അതായത് ഏതാണ് കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത്? തീരപ്രദേശം അല്ലേ. കോസ്റ്റൽ റീജിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് 2.5 ഓഫ് ദി ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ വിത്ത് സ്റ്റാൻഡ്സ്, ബീച്ചസ്, മഡ് ഫ്ലാറ്റ്സ്, മാംഗ്രോവ്സ്, കോറൽ റീഫ്സ് എക്സെട്ര. അതായത് ഇതിനകത്ത് ഏതൊക്കെ വരുന്നത് വെച്ചാൽ ഈ മഡ് ഫ്ലാറ്റ്സ് മീൻസ് ഈ വേലിയേറ്റ സമയത്തൊക്കെ ചെളി അടിഞ്ഞുണ്ടാകുന്ന നദിയുടെ ഫേസിനെയാണെന്ന് പറയുന്നത് ഈ മഡ് ഫ്ലാറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ മാംഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, കണ്ടൽ കാടുകൾ, കണ്ടൽ വൃക്ഷം. കോറൽ ലീവ്സ് മീൻസ് മുരിക്കുമരം. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഏതിൽ വരുന്നത്? ഈ കോസ്റ്റൽ ബെൽറ്റ് സോണിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, അടുത്താണ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഏതൊക്കെയാണ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി? ഓൾ ഫോംസ് ഓഫ് ലൈഫ് ആൻഡ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യമാണ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. എന്താണ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓൾ ഫോംസ് ഓഫ് ലൈഫ് ഓർ ഓൾ വെറൈറ്റീസ് ഓഫ് biological species have some economic values. These values are assessed in respect of anticipated price of an existing unutilized resources. അതായത് ഇതിങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ കണ്ടുവരുന്ന എല്ലാ
ബയോഡൈവേഴ്സിറ്റിയുടെ എല്ലാ ഫാക്റ്റുകൾക്കും ഒരു മൂല്യം പ്രകൃതിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ആ മൂല്യം എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. ഒന്നാമത് പറയുന്നതാണ് ആൻറ്റിസിപ്പേറ്റഡ് പ്രൈസ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് അൺയൂട്ടിലൈസ്ഡ് റിസോഴ്സ്. ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു റിസോഴ്സസിൻ്റെ പ്രതീക്ഷിക്കുന്ന വില, അതിനെയാണ് ആൻറ്റിസിപ്പേറ്റഡ് പ്രൈസ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നതാണ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഹാർവെസ്റ്റഡ് റിസോഴ്സസ്. എന്താണ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഹാർവെസ്റ്റഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്? നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റിസോഴ്സസിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ആൻറ്റിസിപ്പേറ്റഡ് ഫ്യൂച്ചർ പ്രൈസ് ഓഫ് റിസോഴ്സസ്. എന്താണ് ആൻറ്റിസിപ്പേറ്റഡ് പ്രൈസ് ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു റിസോഴ്സിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെ പല സെൻസുകളിൽ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ബയോഡൈവേഴ്സിറ്റിയുടെ വാല്യൂവിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെയാണ് പറയുന്നത് കൺസംപ്റ്റീവ് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് കൺസംപ്റ്റീവ് വാല്യൂ? കൺസംപ്റ്റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷയിക്കുക എന്നാണ്. The consumptive value is the value derived when a product is consumed. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാല്യൂസിനെയാണ് ഇതെന്ന് പറയുന്നത് കൺസംപ്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. വെൻ ടിമ്പർ ഈസ് ടേക്കൺ ഫ്രം ഫോറസ്റ്റ് ഫോർ ഫയർവുഡ് ഓർ ഫയർവുഡ് ഈസ് ബോട്ട് ഫോർ കൺസംപ്ഷൻ എന്നാണ് പറയുന്നത്. അതായത് കാട്ടിൽ നിന്ന് തടി നമ്മളെടുത്ത് ആ തടി വിറകിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതൊരു കൺസംപ്ഷൻ പർപ്പസാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറയുന്നതാണ് പ്രൊഡക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ വാല്യൂ ഡിറൈവ്ഡ് വെൻ ആർട്ടിക്കിൾ ഈസ് കൺവേർട്ടഡ് ഇൻ ടു അനദർ ഫോം ടു ഹാവ് എ ഹയർ വാല്യൂ. അതായത് അത് അണ്ടർലൈൻ ചെയ്യുക. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൽ നിന്നും മറ്റൊരു പ്രോഡക്റ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും? പ്രൊഡക്റ്റീവ് വാല്യൂ എന്ന് പറയാൻ സാധിക്കും. സോഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. ഹി ലീവ്സ് ടുഗെദർ ഇൻ ഗ്രൂപ്പ്സ്. A combination of such a group forms a society. For leading a happy life, then they carry on such a various activities such as acceptable to societies. Society's value എന്ന് പറയുന്നത് ഏതെങ്കിലും റിസോഴ്സ് മറ്റേതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാനായിട്ട് സാധിക്കും? അതിനെയാണ് നമ്മൾ സോഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സോഷ്യൽ അക്സെപ്റ്റൻസ് നിർബന്ധമായും ഇതിന് കിട്ടിയിരിക്കണം. അങ്ങനെയെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയാൻ സാധിക്കും? സോഷ്യൽ വാല്യൂസ് എന്ന് പറയാൻ സാധിക്കും. അടുത്തത് പറയുന്നതാണ് എത്തിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്കൽ വാല്യൂ മീൻസ് ദി പ്രസൻറ്റ് സൊസൈറ്റി ഈസ് മണി ഓറിയൻറ്റഡ് സം പ്രൊപ്പോർഷൻ ഓഫ് ഇസ് ഹ്യൂമൻസ് മോറൽ വാല്യൂസ്. അതായത് ബയോഡൈവേഴ്സിറ്റി നമ്മുടെ ഈ ഉള്ള ജൈവ വൈവിധ്യത്തിൻ്റെ അകത്ത് എത്തിക്കൽ വാല്യൂ അല്ലെങ്കിൽ എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഈസ് ദെയർ എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എത്തിക്കൽ വാല്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാർമ്മികപരമായിട്ടുള്ള മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ധാർമ്മികപരമായിട്ടുള്ള മൂല്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എന്താണ്? മണി മെഷർമെൻറ്റ് നോക്കാതെ അല്ലെങ്കിൽ പണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളെയാണ് എന്ന് പറയുന്നത് എത്തിക്കൽ വാല്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് പറയുന്നത് എസ്തെറ്റിക് വാല്യൂ എന്ന് പറയുന്നത്. എസ്തെറ്റിക് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സൗന്ദര്യബോധത്തിന്. എസ്തെറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ എന്താണ്? എസ്തെറ്റിക് സെൻസ് എന്നൊക്കെ പറയുന്നത് സൗന്ദര്യം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് നേച്ചർ ഹാസ് ആൻ എസ്തെറ്റിക് വാല്യൂ ദാറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ് വെൻ ദേ ആർ ഇൻ നാച്ചുറൽ സറൗണ്ടിങ്സ്. അതായത് ഈ സൗന്ദര്യബോധം നമ്മുടെ ക്ലൈമറ്റിന്, അന്തരീക്ഷത്തിന്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പ്രകൃതി എന്ന് പറയുന്ന അല്ലെങ്കിൽ പരിസരത്തിന് അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യമുണ്ട്, പ്രാധാന്യമാണെന്നാണ് പറയുന്നത്. ഈ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനും അതിനനുസരിച്ച് പ്രകൃതിയെ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ തരുന്ന കാര്യങ്ങൾ വളരെ ഇഫക്റ്റീവായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും? എസ്തെറ്റിക് വാല്യൂ എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം കൃത്യമായിട്ട് ഈ പറയുന്ന സെയിൽസിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നു അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ളൊരു എലമെൻ്റ് അല്ല വരുന്നത് അതിൻ്റെ അകത്ത്. ഓക്കെ, അടുത്ത് പറയുന്നതാണ് ഓപ്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. സം സ്പീഷീസ് ഹാവ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ടു എക്സിബിറ്റ് ദെയർ യൂട്ടിലിറ്റി ഇൻ ഫ്യൂച്ചർ. ഇറ്റ് ഈസ് ബിക്കോസ് ദാറ്റ് they are superior to many new existing policies, different aspects such as nutrition value. Such utility value is called
ഓപ്ഷൻ വാല്യൂ. അപ്പോൾ ഈ യൂട്ടിലിറ്റി വാല്യൂ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന ജൈവ വൈവിധ്യത്തിലുള്ള ഏതെങ്കിലും ഒരു എലമെൻ്റ് കൊണ്ട് നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തെ ഈ എലമെൻറ്റിനെ നിർവഹിക്കാൻ കഴിയുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ആസ്പെക്റ്റ് എടുക്കുന്നു. ഉദാഹരണം നമ്മുടെ പ്രകൃതിയിലേക്ക് നമുക്ക് മരങ്ങൾ. അപ്പോൾ ആ എസ്തെറ്റിക് സെൻസുള്ളൊരു മനുഷ്യന് ആ പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ എസ്തെറ്റിക് സെൻസ് എന്ന് പറയുന്നതാണ് അതിന് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓപ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് ഓരോ എലമെൻറ്റിനും ഓരോന്നിനും ഓരോ പ്രത്യേകതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് ഓരോ വാല്യൂ കൊണ്ട് ഓരോ ആളുകളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഈസി ആയിട്ട് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി ബയോഡൈവേഴ്സിറ്റി അറ്റ് ഗ്ലോബൽ, നാഷണൽ ആൻഡ് ലോക്കൽ ലെവൽ എങ്ങനെയാണ് പ്രാദേശികപരമായിട്ടുള്ളതും ദേശീയപരമായിട്ടുള്ള അന്തർദേശീയപരമായിട്ടുള്ള എങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പറയുന്ന പോയിൻറ്റ്സ് മാത്രം അണ്ടർലൈൻ ചെയ്യുക. കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ്സ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ബയോഡൈവേഴ്സിറ്റി ഈസ് 10 മില്യൺ സ്പീഷീസ്. അണ്ടർലൈൻ ചെയ്യുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫാക്റ്റുകൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് വെറുതെ കാർഡടിച്ച് എഴുതി വെക്കരുത്. അതിൻ്റെ അകത്തുള്ള ഫാക്ട്സുകൾ ഓരോന്നായിട്ട് എഴുതുക. അതിൽ പറയുന്നതാണ് ഏകദേശം 10 മില്യൺ സ്പീഷീസുകളാണ് ഇതിൻ്റെ അകത്ത് ധാരാളമായിട്ട് ഉള്ളത്. ബട്ട് ഈഫ് എസ്റ്റിമേറ്റ്സ് ഫോർ ഇൻസെക്ട്സ് ആർ കറണ്ട് ദെൻ ഇറ്റ് കുഡ് ബി അറൗണ്ട് 30 മില്യൺ സ്പീഷീസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ 10 മില്യൺ സ്പീഷീസിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന ഇൻസെക്ട്സുകളോ മറ്റു കാര്യങ്ങൾ, ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാത്തതുമായിട്ടുള്ള ഈ പ്രാണികൾ, ചെറിയ ബാക്ടീരിയ, അങ്ങനെയുള്ള എലമെൻറ്റ്സുകളെല്ലാം കൂടെ കൂടുമ്പോൾ എറൗണ്ട് എത്രയാണ് 30 മില്യൺ സ്പീഷീസാണ് വരുന്നതാണ് പറഞ്ഞിരുന്നത്. വി ഹാവ് ടിൽ നൗ എസ്റ്റിമേറ്റ് അബൌട്ട് 1.4 മില്യൺ സ്പീഷീസ് അല്ലേ. അപ്പം ഇപ്പോൾ നമ്മൾ എൻലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഗ്രൂപ്പ് ചെയ്തെടുത്തിരിക്കുന്ന സ്പീഷ്യസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അറൗണ്ട് എത്രയാണ് 1.4 മില്യൺ ആണെന്നാണ് പറയുന്നത്. India has over 1,08,276 species of bacteria, fungi, plants and animals already identified. അപ്പോൾ ഇതിൽ പറയുന്നത് 84% എന്തായാലും പറയുന്നത് ഫംഗസുകളാണ്. എന്ന് പറഞ്ഞാൽ 21.2% ഫംഗസുകളാണ് പറയുന്നത്. അതിനകത്ത് ഈ പറയുന്ന ഏതാണ് ഫ്ലവറിങ് പ്ലാന്റ്സ് ധാരാളം ഉണ്ട്. പിന്നെ ഏതാണ് നമുക്കിങ്ങനെ ഈ മരങ്ങൾ, വൃക്ഷങ്ങൾ, തോടുകൾ, ജലാശയങ്ങൾ, ഇങ്ങനെയുള്ളതിൽ ധാരാളം ഫംഗസുകളും ബാക്ടീരിയകളും ധാരാളമുണ്ട്. പിന്നെ ഇൻസെക്റ്റുകൾ 49.3%. ഈ ഏകദേശം ഈ നമ്പറുകൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ താഴോട്ടുള്ള കുറേ എണ്ണം ഹിസ്റ്ററി പറയുന്നുണ്ട്. അത് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാതെ പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ എസ്സേ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഏരിയസാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ താഴോട്ട് എഴുതിയേക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ കണക്കുകൾ, അതിപ്പോൾ ഞാൻ ഇവിടുന്ന് പറഞ്ഞത് അല്ല, നിങ്ങൾക്ക് മനസ്സിലാകും ഇത്ര ശതമാനം. അതൊരു പേപ്പറിലേക്ക് നിങ്ങൾ എഴുതി വെക്കുക. എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പം പേപ്പറിലേക്ക് എഴുതി വെച്ചിട്ട് വേണം നിങ്ങളതിനെ എന്ത് ചെയ്യുന്ന ചെറുതായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, ഇനി ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി 2.7 പോവുകയാണ്. ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആർ ദി ഏരിയാസ് ഓൺ എർത്ത് വിച്ച് ആർ മോർ ത്രെട്ടൻഡ് പ്ലേസ് ഫ്രം ദ വ്യൂ പോയിൻ്റ് ഓഫ് ദെയർ പ്രിസർവേഷൻ. എന്താണ് ബയോഡൈവേഴ്സിറ്റിയുടെ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്? ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആർ ദി ഏരിയാസ് ഓൺ എർത്ത്. ഇത് ഭൂമിയിലെ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. മനസ്സിലായോ? ഒരു ഏരിയ, ഒരു പ്രദേശമാണ്. വിച്ച് ആർ മോസ്റ്റ് ത്രെട്ടൻഡ് പ്ലേസ് ഫ്രം ദ വ്യൂ പോയിൻ്റ് ഓഫ് ദെയർ പ്രിസർവേഷൻ. അതായത് ഈ ഇൻസെക്റ്റുകളെ അല്ലെങ്കിൽ ഈ പറയുന്ന ഓർഗാനിസത്തെ സംരക്ഷിക്കുന്നതിന് വളരെ ഏറെ ത്രെട്ടൺ ഉള്ള അല്ലെങ്കിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മനുഷ്യന് കടക്കാൻ പറ്റില്ലാത്തതോ അല്ലെങ്കിൽ മനുഷ്യൻ ചെല്ലാനായിട്ട് പാടില്ല എന്ന് രാഷ്ട്രം നിരോധിച്ചിരിക്കുന്നതോ ആയ ധാരാളം സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഏരിയയിലേക്കുള്ള എൻട്രൻസ് അല്ലെങ്കിൽ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് എപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അതിനെ നിരോധിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഇതിനെയാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പം ദീസ് ആർ ദ മോസ്റ്റ് ത്രെട്ടൻഡ് പ്ലേസ് ഫ്രം ദ വ്യൂ പോയിൻ്റ് ഓഫ് ദെയർ പ്രിസർവേഷൻ. ഓക്കെ,
അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ഈ ഹോട്ട്സ്പോട്ടിൻ്റെ അകത്ത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൻ്റെ അകത്ത് പറയുന്ന ഒന്നാമത്തെ ഹോട്ട്സ്പോട്ടാണ്. ഇത് ഏതൊക്കെയാണെന്നുള്ള പേര് അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം പഠിക്കുക. ഒന്നാമത്തെയാണ് ഈ ഇൻഡോ ബർമ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ദീസ് കവേഴ്സ് എ വൈഡ് ഏരിയ ഓഫ് അണ്ടർലൈൻ ഏഷ്യ കോണ്ടിനെൻറ്റ് വിച്ച് ലൈസ് ഈസ്റ്റ് ടു ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. അതായത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ സൈഡ് തൊട്ട് ഇന്ത്യയുടെ ഈ ഒരു പോർഷൻ വരെ ലിമിറ്റ് ചെയ്ത് കിടക്കുന്ന എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയയാണ് ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻഡോ ബർമ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ദ മെയിൻ പ്ലേസസ് എൻകംപാസ്ഡ് ഈസ് എബൌട്ട് 20 lakh സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഇൻക്ലൂഡ് ദി ഫോളോവിങ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഏത് ഏരിയാസാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് പ്രധാനപ്പെട്ട ഒരു 2-3 സ്ഥലങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്ത് വെക്കുക. നിയർലി ഓൾ ഏരിയ ഓഫ് ഭൂട്ടാൻ, മ്യാൻമാർ അല്ലേ, ഇപ്പോൾ അത് ബർമ എന്നറിയപ്പെട്ട സ്ഥലം, തായ്ലൻഡ്, ഓൾ ഏരിയസ് ഓഫ് ലാവോസ്, വിയറ്റ്നാം ആൻഡ് കംബോഡിയ, പാർട്ട് ഓഫ് സദേൺ ചൈന, ഫാർ ഈസ്റ്റ് ഇന്ത്യ ആൻഡ് നേപ്പാൾ, ഓഫ്ഷോർ ഐലൻഡ് സച്ച് ആസ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഇൻ ഇന്ത്യൻ ഓഷൻ ആൻഡ് മെയിൻ ഐലൻഡ്സ് ഓഫ് സൗത്ത് ചൈന സീ. ഓക്കെ, ഈ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത് വരുന്നത് രണ്ടാമത്തെ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നതാണ് വെസ്റ്റേൺ ഗാട്ട്സ് ആൻഡ് ശ്രീലങ്ക ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഇതിൽ വെസ്റ്റേൺ ഗാട്ട്സ് ആൻഡ് ശ്രീലങ്ക ഹോട്ട്സ്പോട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് അല്പം കൂടെ പ്രാധാന്യമുള്ളൊരു ഏരിയയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇതിൽ പറയുന്നത് പോലെ വെസ്റ്റേൺ ഗാട്ട് എന്ന് പറയുന്ന ഏരിയ, ഇപ്പോൾ കസ്തൂരിരംഗൻ ഇഷ്യൂസൊക്കെ ഉള്ള ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാവുന്നതാണ്. വെസ്റ്റേൺ ഗാട്ട് എന്ന് പറയുന്ന മലനിരകൾ ആണ് ഏറ്റവും കൂടുതൽ പച്ചപ്പുള്ളതും അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏരിയയാണ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതാണ് ഏകദേശം 85% ഈ ഹോട്ട്സ്പോട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്ന ഏതിലാണ് പറഞ്ഞിരിക്കുന്നത്, വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ കീഴിലാണ് വരുന്നത്. ദ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഹോട്ട്സ്പോട്ട് ആർ ആസ് ഫോളോസ്. ഒന്ന്, ക്ലൈമറ്റിക് വേരിയേഷൻ. ഒന്നാമത്തെ പറയുന്നതാണ് ക്ലൈമറ്റിക് വേരിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് ക്ലൈമറ്റിക് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ? ഉദാഹരണം ഇതിനകത്ത് വരുന്ന കാര്യം ഇതാണ്. ഈ പറയുന്ന വെസ്റ്റേൺ ഗാട്ട്സിന് എപ്പോഴും അന്തരീക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടേതായിട്ടുള്ള ഒത്തിരി വ്യതിയാനങ്ങൾ, വേരിയേഷൻസ് വരുന്ന ഏരിയ ആണെന്നാണ് പറയുന്നത്. കാരണം മഴ കൂടുതൽ പെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കാടുകളുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. അപ്പോൾ പിന്നെയുള്ളതെന്ന് പറയുന്നത് ഒത്തിരി വിലപിടിപ്പുള്ള സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങളും ഏറ്റവും കൂടുതലുള്ള ഏരിയയും ഇതാണ്. ഓക്കെ, പിന്നെ പറയുന്ന രണ്ടാമത്തെ കാര്യം അതിനകത്ത് പറയുന്നതാണ് വെജിറ്റേഷൻ. വെജിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? സസ്യജാലങ്ങൾ അല്ലേ. അതായത് ഡെസിഡീസ് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, മൗണ്ടൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, സ്ക്രബ് ഫോറസ്റ്റ് ഇൻ റൈസ് ഏരിയാസ് എക്സെട്ര. ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ സസ്യജാലം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒന്നാമത് പറയുന്നതാണ് ഈ ഡെസിഡീസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇലകൾ കൊഴിഞ്ഞു പോകുന്ന മരങ്ങൾ അതായത് ഈ സീസൺ വൈസ് മരങ്ങളായിരിക്കും അത്. പിന്നെ പറയുന്നതാണ് പുൽമേടുകൾ, ഗ്രാസ് ലാൻഡ്, മൗണ്ടൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പർവ്വത ഉള്ള ഏരിയകൾ, പിന്നെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യാനായിട്ട് സാധ്യത ഉള്ളതുമായിട്ടുള്ള കണ്ടൽ കാടുകൾ അങ്ങനെയുള്ള പ്രദേശങ്ങളും, പിന്നെയുള്ള കുറ്റിച്ചെടികൾ എല്ലാ സ്ഥലങ്ങളിലുള്ള ഇങ്ങനെയുള്ള ഏരിയകളിലായിട്ട് സസ്യജാലത്തെ എപ്പോഴും ഡൈവേഴ്സിറ്റിയാണ് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. അടുത്ത പറയുന്നതാണ് അനിമൽസ്. അനിമൽസ് എന്ന് പറഞ്ഞാൽ ടൈഗർ ഫോറസ്റ്റ്, എലിഫൻറ്റ്, പിന്നെ പറയുന്ന എൻഡേഞ്ചേർഡ് ലയൺ ടൈൽഡ് മാസ്ക്. ഈ പറഞ്ഞ വലിയ വലിയ വന്യമൃഗങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ള ഏരിയാസാണ് ഇതിനകത്ത് വരുന്നത്. നെക്സ്റ്റാണ് പറയുന്നത് ത്രെഡ്സ് ടു ബയോഡൈവേഴ്സിറ്റി. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ കോസസ് മാത്രം നോക്കുക. ഹണ്ടിങ് ഓഫ് ബേഡ്സ്, ആനിമൽസ് ആൻഡ് ഫിഷിങ്, പക്ഷിമൃഗാദികളും, പിന്നെ എന്താണ് മീൻ അല്ലേ, ജലസമ്പത്തുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ത്രെട്ടൺ വരുന്നത്. അത് ഏറ്റവും വലിയ ഇന്ന് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ടാണ് കണക്കാക്കുന്നത്.